ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BA തേർഡ് സെമസ്റ്ററിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്നുള്ള പേപ്പറിലെ കഴിഞ്ഞ 1-2 വർഷങ്ങളിലായിട്ട് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ PYQ ഡിസ്കഷൻസ് ആണ്. കഴിഞ്ഞ കാലങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല ക്വസ്റ്റ്യൻസും അതിൻ്റെ പല രീതിയിലുള്ള ആവർത്തനങ്ങളൊക്കെ കാണാറുണ്ട്. വലിയ രീതിയിൽ ഈ ഒരു ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്നുള്ള പേപ്പർ നോക്കാൻ സമയം കിട്ടാത്ത നിങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു മിനിമം മാർക്ക് ഉദ്ദേശിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കതിലേക്ക് കടക്കാം. ഫസ്റ്റ് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, എന്താണ് ട്രാവലോഗ് എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളതാണ്. ട്രാവലോഗ് എന്ന് പറഞ്ഞാൽ യാത്രാവിവരണം, യാത്രാനുഭവങ്ങൾ, സന്ദർശിച്ച സ്ഥലങ്ങൾ, ജനങ്ങളുടെ ജീവിത രീതി, സംസ്കാരം എന്നിവ വിവരിക്കുന്ന സാഹിത്യ രൂപത്തിനാണ് എന്ന് പറയുന്നത് ട്രാവലോഗ് അല്ലെങ്കിൽ യാത്രാ വിവരണം എന്ന് പറയുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട 2 സഞ്ചാര സാഹിത്യകാരന്മാരെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് നോക്കാം. SK പൊറ്റക്കാട്, അതുപോലെ തന്നെ KP കേശവമേനോൻ. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആളുകളുടെ പേര് മാത്രമേ ഇവിടെ സൂചിപ്പിച്ചു എന്നുള്ളൂ. SK പൊറ്റക്കാടും KP കേശവമേനോനും മലയാള യാത്രാ സാഹിത്യത്തിലെ പ്രമുഖരായ 2 എഴുത്തുകാരാണ്. അടുത്തൊരു ക്വസ്റ്റ്യന്, വാട്ട് വാസ് ദ നെറേറ്റീവ് ഓഫ് ഹുവാൻ സാങ് എന്നാണ്. ഹുവാൻ സാങ് എന്ന ഒരു യാത്രാ സഞ്ചാരി, അദ്ദേഹം 7-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് ബുദ്ധ സന്യാസിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണത്തിൻ്റെ കണ്ടൻറ്റ് ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹം സന്ദർശിക്കുന്നത് പൗരാണിക കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന ഹർഷവർദ്ധനൻ എന്ന രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. അന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയം, സാമൂഹിക, മത, വിദ്യാഭ്യാസ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വിവരിക്കുന്നുണ്ട്. മറ്റൊന്നാണ് മൊഗൾ ഇന്ത്യ എന്ന പുസ്തകം യാത്രാ വിവരണം എഴുതിയ ആൾ ആരാണ് എന്നാണ്. ഫ്രാൻസോ ബെർണിയറാണ് അത് എഴുതിയിട്ടുള്ളത്. ഔറംഗസീബിൻ്റെ കാലത്താണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. അദ്ദേഹം ഒരു ഫ്രഞ്ച് വൈദ്യനും സഞ്ചാരിയുമായിരുന്നു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യന്, ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന കറൻസി അല്ലേ, അത് ഇന്ത്യൻ രൂപയാണ്. ഇന്ത്യയുടെ ഔദ്യോഗിക നാണയമാണ് എന്ത്, ഇന്ത്യൻ റുപ്പീസ് എന്നുള്ളത്. മറ്റൊരു ക്വസ്റ്റ്യൻ, അമൃത്സറിൻ്റെ മതപരമായ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. അമൃത്സർ എന്ന് പറഞ്ഞാൽ സിഖ് മതത്തിൻ്റെ ഏറ്റവും വിശുദ്ധ നഗരമായി കണക്കാക്കപ്പെടുന്ന ഒരു നഗരമാണിത്, രാജസ്ഥാനിലെ അമൃത്സർ എന്നുള്ളത്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന സുവർണ ക്ഷേത്രം അല്ലേ, ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ഇത് അമൃത്സർ. അതുപോലെ തന്നെ സിഖുകാരുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഈ ഗോൾഡൻ ടെമ്പിൾ. അപ്പോൾ ഈ ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ സിഖ് മതത്തിൻ്റെ ഏറ്റവും വിശുദ്ധ നഗരം, വിശുദ്ധ ദേവാലയമായിട്ടുള്ള ഗോൾഡൻ ടെമ്പിൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അമൃത്സറിലാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഈ ടാഗോറിൻ്റെ ശാന്തി നികേതൻ എന്നുള്ളൊരു ഫിലോസഫിക്കൽ തോട്ടുണ്ട്, അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. പ്രകൃതിയോട് ഇണങ്ങിയ സ്വാതന്ത്ര്യവും മാനവികവുമായ വിദ്യാഭ്യാസത്തെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫിലോസഫി ഓഫ് ശാന്തി നികേതൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികളുടെ സർഗാത്മകവും സ്വതന്ത്ര ചിന്തയും വളർത്തുന്ന വിദ്യാഭ്യാസത്തിനാണ് ടാഗോർ പ്രാധാന്യം നൽകിയത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനാണ്, ഈ റോക്ക് പെയിൻറ്റിങ്സ് ഇൻ ഭിംബഡ്ക കേവ്സ്, ഭിംബഡ്ക ഗുഹ ചിത്രങ്ങളെ സംബന്ധിച്ചാണ്. പ്രാചീന മനുഷ്യരുടെ ജീവിത രീതികളുടെയും കലാ പാരമ്പര്യത്തിൻ്റെയും തെളിവുകളാണ് ഭിംബഡ്ക ഗുഹ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. അതിൽ വേട്ടയാടൽ, നൃത്തം, മൃഗസംരക്ഷണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ അവിടെ ആ പാറകളിൽ വരച്ച് വെച്ചിട്ടുള്ള ചിത്രങ്ങളിൽ കാണാമെന്നുള്ളതാണ്. അപ്പോൾ പ്രാചീന മനുഷ്യരുടെ ജീവിത രീതികളെയും കലാപാരമ്പര്യത്തിൻ്റെയും തെളിവുകളായിട്ടാണ് ഈ ഭിംബഡ്ക കേവ്സിലുള്ള റോക്ക് പെയിൻറ്റിങ്സുകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഈ പാലക്കാട് ഫോർട്ട് അല്ലെങ്കിൽ ടിപ്പു ഫോർട്ട് എന്ന് വിളിക്കുന്ന കോട്ട എവിടെയാണ് എന്നുള്ളതാണ്. അത് പാലക്കാട് കോട്ടയ്ക്ക് വിളിക്കുന്ന പേരാണെന്ത്, ടിപ്പു ഫോർട്ട് എന്നുള്ളത്. ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ ബന്ധം കാരണം ഈ കോട്ട ഇന്നും ടിപ്പുവിൻ്റെ കോട്ട എന്ന് അറിയപ്പെടുന്നു. അത് നിർമ്മിക്കുന്നത് ടിപ്പുവിൻ്റെ പിതാവായിട്ടുള്ള ഹൈദർ അലിയാണ്. 1766 പാലക്കാട് നഗരത്തിൽ ഈ കോട്ട നിർമ്മിക്കുന്നത്. അത് 1790കളിൽ ഈ 3-ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു, ഈ കോട്ട അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗം, കാവു തീണ്ടൽ എന്ന മതപരമായ
ആചാരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രം ടെമ്പിൾ ഏതാണ് എന്നുള്ളതാണ്. അത് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രമാണ്. കേരളത്തിൽ പ്രസിദ്ധമായ ആചാരമായ ഉത്സവങ്ങളിലൊന്നാണ് എന്ത്, കാവ് തീണ്ടൽ എന്നുള്ള ഉത്സവം. മറ്റൊരു ക്വസ്റ്റ്യൻ, മലയാറ്റൂർ ചർച്ച് അത് ഏത് സ്റ്റൈലിലാണ്, ഏത് ആർക്കിടെക്ചറൽ സ്റ്റൈലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഏതാണ് എന്നുള്ളതാണ്. അത് ഗോത്തിക് നിർമ്മാണ ശൈലിയാണ്. യൂറോപ്യൻ വാസ്തുശൈലിയുടെ സ്വാധീനമുള്ള ഗോത്തിക് രീതിയിലാണ് മലയാറ്റൂർ ചർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. മറ്റൊരു ക്വസ്റ്റ്യനാണ്, 14-ാം നൂറ്റാണ്ടിലെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതായിരുന്നു എന്നുള്ളത്. അത് ഹംപി ആയിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രമായിരുന്നു ഹംപി എന്നുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, ഈ രാഷ്ട്ര ഭാഷാ പ്രചാർ സമിതി അത് സ്ഥാപിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം, എയിം എന്തായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലുടനീളം ഹിന്ദി ഭാഷയുടെ പ്രചാരവും വ്യാപനവുമാണ് ഏതിൻ്റെ ലക്ഷ്യം, രാഷ്ട്രഭാഷാ പ്രചാർ സമിതിയുടെ ലക്ഷ്യം. ദേശീയ ഐക്യം വളർത്തുകയും ഹിന്ദി ഭാഷ ജനകീയമാക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത്. അത് 1936 മഹാത്മാഗാന്ധിയാണ് എന്ത് ചെയ്യുന്നത്, രാഷ്ട്രഭാഷാ പ്രചാര സമിതി എന്ന സമിതി സ്ഥാപിക്കുന്നത്. അത് ഇന്ത്യയിലുടനീളം ഹിന്ദി ഭാഷയുടെ പ്രചാരണവും വ്യാപനവും ലക്ഷ്യമാക്കി 1936 മഹാത്മാഗാന്ധി സ്ഥാപിച്ച ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനമാണെന്ത്, രാഷ്ട്രഭാഷാ പ്രചാർ സമിതി എന്നുള്ളത്. ഇനി 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മേള അത് ഏതാണ് എന്നുള്ളതാണ്. ഇത് കുംഭമേള. ലോകത്തിലെ ഏറ്റവും വലിയ മത സംഗമങ്ങളിലൊന്നാണ് കുംഭമേള. 12 വർഷത്തിലൊരിക്കൽ ഇത് നടത്തപ്പെടുന്നു. അടുത്തൊരു ക്വസ്റ്റ്യന്, ഈ ഗോൽക്കൊണ്ടയിലെ പ്രശസ്ത വജ്രഖനികളെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്തിയ സഞ്ചാരി ആരാണ് എന്നുള്ളതാണ്. ജീൻ ബാപ്റ്റിസ്റ്റ് ടവേർണിയർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇന്ത്യയിലെ വജ്രവ്യാപാരത്തെയും ഗോൽക്കൊണ്ടയിലെ പ്രശസ്ത വജ്രഖനികളെയും കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഫ്രഞ്ച് യാത്രികനാണ് ജീൻ ബാപ്റ്റിസ്റ്റ് ടവേർണിയർ എന്ന സഞ്ചാരി. അടുത്തൊരു ക്വസ്റ്റ്യൻ, ആരാണ് ഇൻഡിക്ക എന്ന ഒരു ടെക്സ്റ്റ്, ഒരു ട്രാവലോഗാണത്, അത് എഴുതിയത് ആരാണ് എന്നാണ്. അതാണ് മെഗസ്തനീസ്. സെലൂക്കസ് നിക്കാറ്ററുടെ ദൂതനായി ഇന്ത്യയിലെത്തിയ മെഗസ്തനീസ് മൗര്യകാല ഇന്ത്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇൻഡിക്ക എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി. മറ്റൊരു ക്വസ്റ്റ്യൻ, ആരാണ് മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്നുള്ളത്. അത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. നന്ദ രാജവംശത്തെ പരാജയപ്പെടുത്തി മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചതാണ് ആര്, ചന്ദ്രഗുപ്ത മൗര്യൻ എന്നുള്ളത്. മറ്റൊരു ക്വസ്റ്റ്യനാണ്, നെയിം ഓഫ് ദ വർക്ക് ഓഫ് ഫാഹിയാൻ്റെ വർക്ക് ഏതാണ് എന്നുള്ളത്. എ റെക്കോർഡ്സ് ഓഫ് ബുദ്ധിസ്റ്റ് കിങ്ഡംസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്. ഫാഹിയൻ ഇന്ത്യയിലെ ബുദ്ധമത കേന്ദ്രങ്ങളെയും സാമൂഹിക സാഹചര്യങ്ങളെയും കുറിച്ച് ഈ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട്. അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത് ഏകദേശം AD 400-കളിലാണ്. അദ്ദേഹം ചൈനയിൽ നിന്ന് വന്ന ഒരു സഞ്ചാരിയാണ്. ഇന്ത്യയിൽ ഉള്ള പഴയകാല ബൗദ്ധ ഗ്രന്ഥങ്ങളും മറ്റു പ്രാമാണിക പതിപ്പുകളൊക്കെ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം വരുന്ന സമയത്ത് ഇവിടെ ഭരണം നടത്തിയിരുന്ന പ്രധാനപ്പെട്ട ഒരു ഭരണകൂടമാണ് ഇത് ഗുപ്ത ഡൈനാസ്റ്റി എന്നുള്ളത്. അപ്പോൾ ഓക്കെ, അതുകൂടെ ഇതിനോടുകൂടെ മനസ്സിലാക്കി വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, ഹു ഫസ്റ്റ് ഡിസ്കവേർഡ് ബിംബഡ്ക. ബിംബഡ്ക ആദ്യമായി കണ്ടെത്തിയത്, ബിംബഡ്കയിലെ ഗുഹാചിത്രങ്ങൾ ആദ്യമായി തിരിച്ചറിഞ്ഞത് ആരാണ് എന്നുള്ളതാണ്. 1957 ബിംബഡ്ക ഗുഹാചിത്രങ്ങൾ ശാസ്ത്രീയമായി തിരിച്ചറിഞ്ഞ പുരാവസ്തു ഗവേഷകനാണ് ആര്, VS വാഗങ്കർ എന്നുള്ളത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1957 അത് കണ്ടെത്തുന്നതും അതിനെ ശാസ്ത്രീയമായി തിരിച്ചറിയുകയും ചെയ്യുന്നത്. മറ്റൊരു ക്വസ്റ്റ്യനാണ്, മാർക്കോ പോളോയുടെ വർക്കിൻ്റെ പേരെന്താണെന്നുള്ളത്. ദ ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ. മാർക്കോ പോളോ എന്നുള്ളത് ഒരു ഇറ്റാലിയൻ യാത്രികനാണ്. മാർക്കോ പോളോ തൻ്റെ ഏഷ്യൻ യാത്രാനുഭവങ്ങളും ഇന്ത്യയെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളും ഈ ഗ്രന്ഥത്തിൽ വിശദമായി അവതരിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ, ആരാണ് ബേക്കൽ ഫോർട്ട്, കാസർഗോഡുള്ള ബേക്കൽ ഫോർട്ട് നിർമ്മിച്ചത് ആരാണ് എന്നാണ്. ശിവപ്പ നായകൻ. ഈ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം പ്രാദേശികമായ ഒരുപാട് ഭരണകൂടങ്ങൾ രൂപപ്പെട്ടു. ആ സമയത്ത് പ്രധാനപ്പെട്ട ഒരു ഭരണകൂടമാണ് കെളാഡി നായക കിങ്ഡം എന്നുള്ളത്. അപ്പോൾ അതിലെ ഭരണാധികാരിയായിരുന്നു ആര്, ശിവപ്പ നായകൻ. അദ്ദേഹമാണ് ബേക്കൽ കോട്ട നിർമ്മിച്ചത്. ബേക്കൽ കോട്ട നിർമ്മിക്കുന്നത് ഏകദേശം 1650-ലാണ്. ഓക്കെ,
അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ആരാണ് ചേരമാൻ മോസ്ക് ആക്രമിച്ചത് എന്നുള്ളതാണ്. ഈ ചേരമാൻ മോസ്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രസിദ്ധമായ പ്രഥമ മുസ്ലിം ദേവാലയമാണ് കൊടുങ്ങല്ലൂരുള്ള ചേരമാ മോസ്ക്. അപ്പോൾ അത് ആക്രമിക്കുന്നത് വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിലാണ്. പോർച്ചുഗീസുകാരും മലബാർ മുസ്ലിം വ്യാപാരികളും തമ്മിലുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ചേരമാൻ ജുമാ മസ്ജിദ് ആക്രമിക്കപ്പെട്ടതായി ചരിത്ര രേഖകൾ സൂചിപ്പിക്കുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ആരാണ് അമൃത്സറിലുള്ള ഈ ഗോൾഡൻ ടെമ്പിൾ നിർമ്മിക്കുന്നത്? ഗുരു അർജുൻ ദേവാണത്. സിഖ് മതത്തിന്റെ 5ാമത്തെ ഗുരുവാണ്. അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതും അദ്ദേഹമാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ആരാണ് ബോധ് ഗയയിലെ ബുദ്ധ സ്മാരകങ്ങൾ നിർമ്മിച്ചത് എന്നാണ്. അശോക ചക്രവർത്തി. ബുദ്ധന് ബോധോദയം ലഭിച്ച സ്ഥലമായ ബോധ് ഗയയിൽ സ്മാരക നിർമ്മാണങ്ങൾക്ക് തുടക്കമിട്ട ചക്രവർത്തിയാണ് ആര്? അശോക ചക്രവർത്തി. അടുത്തൊരു ക്വസ്റ്റ്യൻ, ആരാണ് ഹോക്കിൻസിനെ ഇംഗ്ലീഷ് ഖാൻ എന്ന് വിളിച്ചത്? അത് മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീറാണ്. ഇംഗ്ലീഷ് ദൂതനായ വില്യം ഹോക്കിൻസിനെ മുഗൾ ചക്രവർത്തിയായ ജഹാംഗീർ ഇംഗ്ലീഷ് ഖാൻ എന്ന ബഹുമതി നൽകിയ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ പീറ്റർ മുണ്ടിയുടെ ട്രാവലോഗ് യാത്രാ വിവരണങ്ങൾ ആരാണ് പ്രസിദ്ധീകരിച്ചത് എന്നുള്ളതാണ്. റിച്ചാർഡ് കർണാഡ് ടെമ്പിൾ എന്ന ഇംഗ്ലീഷുകാരനാണ് അത് ചെയ്തിട്ടുള്ളത്. പീറ്റർ മുണ്ടിയുടെ യാത്രാ വിവരണങ്ങൾ പിന്നീട് സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചത് റിച്ചാർഡ് കർണാഡ് ടെമ്പിളാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ആരാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രധാന പങ്ക് വഹിച്ച വ്യക്തി എന്നുള്ളത്? ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ട് ആണ്. ഫ്രാൻസിലെ 1666 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡയമണ്ട് ഓഫ് ഗോൽക്കൊണ്ട ഏത് സിറ്റിയാണ് അത് അറിയപ്പെടുന്നത്? അത് ഹൈദരാബാദാണ്. ഗോൽക്കൊണ്ട പ്രദേശം ലോക പ്രശസ്തമായ വജ്രഖനികൾക്കായി അറിയപ്പെട്ടിരുന്നു. അതിൻ്റെ കേന്ദ്ര നഗരമായ ഹൈദരാബാദ് ഈ വിശേഷണവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്നു. അപ്പോൾ ഹൈദരാബാദ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇബ്നു ബത്തൂത്ത ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന ചക്രവർത്തി ആരാണ് എന്നുള്ളതാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്. തുഗ്ലക് ഡൈനാസ്റ്റിയുടെ അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള തുഗ്ലക് ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. ഇനി ഇബ്നു ബത്തൂത്തിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. മൊറോക്കൻ യാത്രികനായി ഇബ്നു ബത്തൂത്ത ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ദില്ലി സുൽത്താനായി ഭരിച്ചിരുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആയിരുന്നു. ഒരു കോൺട്രിബ്യൂഷൻ ഓഫ് ഹുയാങ് സാങ്. ഹുയാങ് സാങ്ങിൻ്റെ സംഭാവനകൾ എന്താണ് എന്നുള്ളതാണ്. ചൈനീസ് ബുദ്ധ സന്യാസിയും യാത്രികനുമായ ഹുയാങ് സാങ് 7ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ചു. ഹർഷവർദ്ധനൻ്റെ കാലത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ, സാമൂഹിക, മത, വിദ്യാഭ്യാസ സാഹചര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വിലപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്തി. നളന്ദ സർവകലാശാലയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിവരണങ്ങൾ ചരിത്രകാരന്മാർക്ക് വളരെ പ്രധാന സ്രോതസ്സാണ്. അപ്പോൾ ഹുയാങ് സാങ് പ്രധാനമായിട്ടും ഇന്ത്യയിലെ മധ്യകാലഘട്ടത്തെ രാഷ്ട്രീയ, സാമൂഹിക, മത, വിദ്യാഭ്യാസ സാഹചര്യങ്ങളെക്കുറിച്ച് വളരെയധികം വിലപിടിപ്പുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. അതൊക്കെ പിൽക്കാലത്ത് ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയുടെ മധ്യകാല ചരിത്രത്തെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ട രേഖകളായിരുന്നു. അതുപോലെ തന്നെ നളന്ദ സർവകലാശാലയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളാണ് നളന്ദ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുള്ള പ്രധാന സ്രോതസ് എന്നുള്ളത്. അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത് 7ാം നൂറ്റാണ്ടിലാണത്. മാത്രമല്ല അദ്ദേഹം ഒരു ചൈനീസ് ബുദ്ധ സന്യാസി കൂടെയാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ, മധ്യകാല ഇന്ത്യയിലൂടെ യാത്ര ചെയ്ത സഞ്ചാരികൾ നേരിട്ടിട്ടുള്ള വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. മധ്യകാല യാത്രികർ ദൈർഘ്യമേറിയ യാത്ര, ഇന്ത്യ എന്നുള്ളത് അറിയാലോ, വിശാലമായി പരന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ്. വനപ്രദേശങ്ങൾ, കള്ളന്മാരുടെ ആക്രമണം, രോഗം, അതുപോലെ മോശം കാലാവസ്ഥ, ഭാഷാ പ്രശ്നങ്ങൾ എന്നിവ നേരിട്ടിരുന്നു. യാത്രാ സൗകര്യങ്ങളുടെ കുറവും രാഷ്ട്രീയ അസ്ഥിരതയും അവരുടെ യാത്രയെ കൂടുതൽ പ്രയാസകരമാക്കി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനാണ്, മലയാറ്റൂർ പള്ളിയുമായി ബന്ധപ്പെട്ട് അത് കേരളത്തിൻ്റെ മത, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ ഏത് വിധത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മലയാറ്റൂർ പള്ളി കേരളത്തിലെ പ്രധാന ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. വിശുദ്ധ തോമാസ് ലീഹയുടെ സ്മരണയുമായി ബന്ധപ്പെട്ട ഈ ദേവാലയം മത സൗഹാർദ്ദവും തീർത്ഥാടന സംസ്കാരവും പ്രോത്സാഹിപ്പിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, ഈ തിരുച്ചിറപ്പള്ളി അല്ലേ ഒരു ഹെറിറ്റേജ് സെൻറ്റർ എന്നുള്ള നിലക്ക് എങ്ങനെയാണ് പ്രാധാന്യമർഹിക്കുന്നത് എന്നുള്ളതാണ്. തിരുച്ചിറപ്പള്ളി ദക്ഷിണേന്ത്യയിലെ പ്രധാന ചരിത്ര സാംസ്കാരിക കേന്ദ്രമാണ്. റോക്ക് ഫോർട്ട്, ശ്രീരംഗം ക്ഷേത്രം, ജംബുകേശ്വര ക്ഷേത്രം തുടങ്ങിയ സ്മാരകങ്ങൾ ഇതിൻ്റെ പൈതൃക
പ്രാധാന്യം വ്യക്തമാക്കും. തിരുച്ചിറപ്പള്ളി തമിഴ്നാട്ടിലെ ഒരു നഗരമാണ്. അത് അതിൻ്റെ സാംസ്കാരിക ചരിത്ര പ്രാധാന്യം കൊണ്ട് തന്നെ ഒരു ഹെറിറ്റേജ് സെൻറ്റർ എന്നുള്ള നിലയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാന സ്ഥലം കൂടെയാണ്. അവിടെ റോക്ക് ഫോർട്ട്, ശ്രീരംഗ ക്ഷേത്രം, ജംബുകേശ്വര ക്ഷേത്രം തുടങ്ങിയ സ്മാരകങ്ങളൊക്കെ ഇതിൻ്റെ പൈതൃക പ്രാധാന്യം വളരെയധികം പ്രാധാന്യമുള്ളതാക്കുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, സേവാഗ്രാം ആശ്രമം. സേവാഗ്രാം ആശ്രമം മഹാത്മാഗാന്ധി 1936 മഹാരാഷ്ട്രയിലെ വാർധയിൽ സ്ഥാപിച്ച ആശ്രമമാണ്. ഗ്രാമസ്വരാജ്, സ്വയം പര്യാപ്തത, ലളിത ജീവിതം എന്നീ ഗാന്ധിയൻ ആശയങ്ങളുടെ കേന്ദ്രമായി ഈ സേവാഗ്രാം ആശ്രമം പ്രവർത്തിച്ചു. ഈ അമൃത്സറിൻ്റെ മതപരമായ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ കൂടെ. അമൃത്സർ സിഖ് മതത്തിൻ്റെ ഏറ്റവും വിശുദ്ധ നഗരമാണ്. രാജസ്ഥാനിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന സുവർണ ക്ഷേത്രം, ഗോൾഡൻ ടെമ്പിൾ, ലോകമെമ്പാടുമുള്ള സിഖുകാരുടെ പ്രധാന തീർത്ഥാടന ആത്മീയ കേന്ദ്രമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് നയതന്ത്രജ്ഞനായിരുന്ന സർ തോമസ് റോ അദ്ദേഹം ഇന്ത്യയിലെത്തുകയും മുഗൾ കോർട്ടുമായി വളരെയധികം സ്വാധീനിക്കപ്പെടുകയും അതുപോലെ തന്നെ ഇന്ത്യയിലെ സെറ്റിൽമെൻറ്റുകൾക്കൊക്കെ എങ്ങനെയാണ് അദ്ദേഹം തുടക്കം കുറിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നോക്കാം. സർ തോമസ് റോ ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് ഒന്നാമൻ്റെ ദൂതനായി ജഹാംഗീറിൻ്റെ കൊട്ടാരത്തിലെത്തി. അദ്ദേഹത്തിൻ്റെ നയതന്ത്ര ശ്രമങ്ങളിലൂടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ വ്യാപാര കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള അനുമതികളും ആനുകൂല്യങ്ങളും ലഭിച്ചു. അപ്പോൾ സർ തോമസ് റോയ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം മുഗൾ ഭരണാധികാരിയായിരുന്ന അന്നത്തെ ജഹാംഗീറിൻ്റെ കൊട്ടാരത്തിലെത്തുകയും അദ്ദേഹം പ്രതിനിധിയായി വരുന്നത് ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് ഒന്നാമൻ്റെ പ്രതിനിധിയായിട്ടാണ്, ദൂതനായിട്ടാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നയതന്ത്ര ശ്രമങ്ങളിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ വ്യാപാര കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള അനുമതികളും ആനുകൂല്യങ്ങളും ലഭിച്ചു എന്നുള്ളതാണ്. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, ഫ്രാൻസിയോസ് ബേണിയറിനെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതാൻ. ഫ്രാൻസിസ് ബേണിയർ എന്നുള്ളത് 17-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് വൈദ്യനും യാത്രികനുമായിരുന്നു. അദ്ദേഹം മുഗൾ ഭരണകൂടം ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച്, മുഗൾ രാജ്യത്തെക്കുറിച്ച്, മുഗൾ രാജ്യത്തിൻ്റെ സമൂഹത്തെക്കുറിച്ച് വിലപ്പെട്ട രേഖകളൊക്കെ നൽകുന്ന ഒരു ടെക്സ്റ്റാണ് ട്രാവൽസ് ഇൻ മുഗൾ ഇന്ത്യ എന്നുള്ളത്. ഈ ഗ്രന്ഥത്തിൽ മുഗൾ ഭരണത്തെയും ഇന്ത്യൻ സമൂഹത്തെയും കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തി. മറ്റൊരു ക്വസ്റ്റ്യൻ, അമീർ ഖുസ്രുവിനെ കുറിച്ച് ഒരു ചെറിയ വിവരണം നൽകാനാണ്. അമീർ ഖുസ്രു എന്നുള്ളത് ദിൽഹി സൽത്തനത്തിലെ പ്രധാന പ്രശസ്ത കവിയും സംഗീതജ്ഞനും പണ്ഡിതനുമായിരുന്നു. അദ്ദേഹം പേർഷ്യൻ സാഹിത്യത്തിനും ഇന്ത്യൻ സംഗീതത്തിനും നൽകിയ സംഭാവനകൾ പ്രസിദ്ധമാണ്. അദ്ദേഹത്തെ പലപ്പോഴും ഇന്ത്യയുടെ തത്ത, പാരറ്റ് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നു. പലപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ് പാരറ്റ് ഓഫ് ഇന്ത്യ എന്താണ്, ആരാണ് എന്നുള്ളത്. അത് അമീർ ഖുസ്രു ആണ്. അമീർ ഖുസ്രു ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്നുള്ളത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രാധാന്യം അർഹിക്കുന്നുള്ളത് അദ്ദേഹം പേർഷ്യൻ സാഹിത്യത്തിനും ഇന്ത്യൻ സംഗീതത്തിനും വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ തത്ത എന്ന് അദ്ദേഹത്തെ പൊതുവിൽ വിളിക്കപ്പെടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ചരിത്ര പ്രാധാന്യത്തെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട യാത്രാ വിവരണങ്ങളെ പട്ടികപ്പെടുത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം നൽകുക എന്നുള്ളതാണ്. ഇബ്നു ബത്തൂത്തയുടെ യാത്രാ വിവരണം അതിലേറ്റവും പ്രസിദ്ധമാണ്. മാത്രമല്ല മാർക്കോ പോളോയുടെ ദ ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ, ഡുവാട്ടെ ബർബോസയുടെ ബുക്ക് ഓഫ് ഡുവാട്ടെ ബർബോസ എന്നിവ കേരളത്തെക്കുറിച്ച് പ്രധാന വിവരങ്ങൾ നൽകുന്ന ടെക്സ്റ്റുകളാണ്. ഏതൊക്കെയാണ്? ദ ട്രാവൽ ഓഫ് മാർക്കോ പോളോ, ഇബ്നു ബത്തൂത്തയുടെ കിതാബ് റിഹ്ല, അതുപോലെ ദുവാട്ടെ ബർബോസയുടെ ബുക്ക് ഓഫ് ദുവാട്ടെ ബർബോസ എന്ന ഗ്രന്ഥങ്ങൾ കേരളത്തെക്കുറിച്ച് പ്രധാന വിവരങ്ങൾ നൽകുന്നു. മാത്രമല്ല മധ്യകാല കേരളത്തിൻ്റെ വ്യാപാരം, തുറമുഖങ്ങൾ, സാമൂഹിക ജീവിതം, മത സഹിഷ്ണുത എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇവ പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, പാലക്കാട് കോട്ടയുടെ പ്രാധാന്യം, കേരള ചരിത്രത്തെ സംബന്ധിച്ചുള്ള പ്രാധാന്യം വിവരിക്കുക എന്നുള്ളതാണ്. പാലക്കാട് കോട്ട കേരളത്തിലെ പ്രധാന ചരിത്ര സ്മാരകങ്ങളിലൊന്നാണ്. മൈസൂർ ഭരണാധികാരികളായ ഹൈദർ അലിയും അതുപോലെ ടിപ്പു സുൽത്താൻ്റെയും സൈനിക കേന്ദ്രമായി ഇത് പ്രവർത്തിക്കുകയും പിന്നീട് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ, പത്മനാഭപുരം പാലസിനെ കുറിച്ച്, അതിൻ്റെ സാമൂഹിക
സാംസ്കാരിക പ്രാധാന്യം എന്താണ് എന്നതിനെക്കുറിച്ച് ചെറിയ രീതിയിലുള്ളൊരു കുറിപ്പ് എഴുതാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പത്മനാഭപുരം കൊട്ടാരം തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പൈതൃക കേന്ദ്രമാണ്. കേരളത്തിൻ്റെ പരമ്പരാഗത തടി, വാസ്തുശില്പം, കലാപാരമ്പര്യം, രാജകീയ ജീവിത രീതി എന്നിവയെ പ്രതിഫലിപ്പിക്കുന്ന മികച്ച സ്മാരകമാണ് പത്മനാഭപുരം പാലസ് എന്നുള്ളത്. അത് കേരളത്തിൻ്റെ പരമ്പരാഗത തടി വാസ്തുശില്പം, കേരളത്തിൻ്റെ ഒരു സവിശേഷമായ ഒരു നിർമ്മാണ രീതിയാണത്, മരങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ആർക്കിടെക്ചറൽ നിർമ്മിതികൾ എന്നുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള അതുപോലെ തന്നെ കലാപാരമ്പര്യത്തെ സംബന്ധിച്ച്, രാജകീയ ജീവിത രീതിയെ സംബന്ധിച്ചൊക്കെ വളരെയധികം പ്രതിഫലിപ്പിക്കുന്ന മികച്ചൊരു സ്മാരകമാണ് ഇത് പത്മനാഭപുരം പാലസ് എന്നുള്ളത്. മറ്റൊരു ക്വസ്റ്റ്യൻ ഹംപിയെക്കുറിച്ച് ചെറിയ രീതിയിലുള്ള അതിൻ്റെ ഒരു പ്രാധാന്യത്തെ വിശദമാക്കാനാണ്. ഹംപി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. ദക്ഷിണേന്ത്യയിലെ ചരിത്ര പ്രധാന സാംസ്കാരിക കേന്ദ്രവുമായിരുന്നു ഹംപി എന്നുള്ളത്. ക്ഷേത്രങ്ങൾ, കൊട്ടാരാവശിഷ്ടങ്ങൾ, വിപണികൾ എന്നിവ വിജയനഗരത്തിൻ്റെ സമ്പത്തും കലാപാരമ്പര്യവും ഇന്ന് വ്യക്തമാക്കുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ തുഞ്ചൻ പറമ്പ് എങ്ങനെയാണ് മലയാള സാഹിത്യത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. തുഞ്ചൻ പറമ്പ് മലയാള ഭാഷയുടെ പിതാവായി അറിയപ്പെടുന്ന തുഞ്ചത്ത് എഴുത്തച്ഛനുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്. ഇത് മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വളർച്ചയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിക്ക, മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക എന്ന ടെക്സ്റ്റ്, അതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ച് ചെറിയ രീതിയിലുള്ളൊരു നോട്ട് തയ്യാറാക്കാനാണ്. ഇൻഡിക്ക എന്നുള്ളത് മെഗസ്തനീസ് രചിച്ച ഗ്രന്ഥമാണ്. മൗര്യകാലത്താണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. മൗര്യകാല ഇന്ത്യയുടെ ഭരണ സംവിധാനം, സാമൂഹിക ഘടന, സമ്പദ് വ്യവസ്ഥ, നഗരജീവിതം എന്നിവയെക്കുറിച്ചുള്ള പ്രാഥമിക ചരിത്ര സ്രോതസ്സായതിനാൽ ഇതിന് വളരെയധികം ചരിത്ര പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇൻഡിക്ക രചിക്കുന്നത് മെഗസ്തനീസ് ആണ്. അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്ന കാലഘട്ടം എന്നുള്ളത് മൗര്യ കാലഘട്ടമാണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഭിംബഡ്ക. ഭിംബഡ്കയുടെ പ്രാധാന്യത്തെ വിവരിക്കാനാണ്. ഭിംബഡ്ക റോക്സ് ഷെൽട്ടേഴ്സ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണ്. ഇവിടെയുള്ള ഗുഹാചിത്രങ്ങൾ പ്രാചീന മനുഷ്യരുടെ ജീവിത രീതി, വേട്ടയാടൽ, കലാപാരമ്പര്യം എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട തെളിവുകൾ അത് നമുക്ക് നൽകുന്നു. അതിനാൽ മനുഷ്യ സംസ്കാരത്തിൻ്റെ ആദ്യകാല വികാസം പഠിക്കാൻ ഭിംബഡ്കക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഖജറാവോയെക്കുറിച്ച് ചെറിയ നോട്ട് തയ്യാറാക്കാനാണ്. ഖജറാവോ ഓഫ് മോണുമെൻറ്റ്സ്, ചന്ദേല രാജവംശം 10ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ടുകൾക്കിടയിൽ നിർമ്മിച്ച ക്ഷേത്ര സമുച്ചയത്തിനാണ് എന്ത് പറയുന്നത്, ഖജുറാവോ എന്ന് പറയുന്നത്. അതിസൂക്ഷ്മമായ ശില്പകല, നഗരവാസ്തുശൈലി, ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെ ചിത്രീകരിക്കുന്ന ശില്പങ്ങൾ എന്നിവയിൽ ഇത് ലോക പ്രസിദ്ധമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ തഞ്ചാവൂരിൻ്റെ സാംസ്കാരിക സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. തഞ്ചാവൂർ ദക്ഷിണേന്ത്യയിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രങ്ങളിലൊന്നാണ്. ചോളരുടെ തലസ്ഥാനമായിരുന്നു തഞ്ചാവൂർ. അത് ദ്രാവിഡ വാസ്തുശില്പം, സംഗീതം, നൃത്തം, ചിത്രകല എന്നിവയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകി. തഞ്ചാവൂർ ചിത്രകലയും ബൃഹദീശ്വര ക്ഷേത്രവും ഇതിൻ്റെ സാംസ്കാരിക മഹത്വം വ്യക്തമാകുന്നു. അപ്പോൾ തഞ്ചാവൂർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ചോള ഡൈനാസ്റ്റിയുടെ തലസ്ഥാനമായിരുന്നു. ഈ ദ്രാവിഡ വാസ്തുശില്പം, സംഗീതം, നൃത്തം, ചിത്രകല എന്നിവയുടെ വളർച്ചയ്ക്ക് വളരെയധികം സംഭാവനകൾ നൽകിയ ഒരു കേന്ദ്രം കൂടെയാണ് തഞ്ചാവൂർ എന്നുള്ളത്. അവിടെ അതിപ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് ശ്രീ ബൃഹദീശ്വര ക്ഷേത്രം എന്നുള്ളത്. മറ്റൊരു ക്വസ്റ്റ്യൻ ബോധ് ഗയ, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അശോകൻ്റെ കാലത്താണ് അവിടെ സ്മാരകങ്ങളൊക്കെ വരുന്നത്. ബോധ് ഗയ ബുദ്ധന് ബോധോദയം ലഭിച്ച വിശുദ്ധ സ്ഥലമാണ്. ലോകമെമ്പാടുമുള്ള ബുദ്ധമത വിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായി ഇത് ബുദ്ധമതത്തിൻ്റെ ചരിത്രത്തിനും ആത്മീയ പാരമ്പര്യത്തിനും വലിയ പ്രാധാന്യമർഹിക്കുന്നു. മറ്റൊരു ക്വസ്റ്റ്യനാണ് മാർക്കോ പോളോയുടെ ട്രാവലോഗിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാൻ. മാർക്കോ പോളോയുടെ പ്രസിദ്ധമായ യാത്രാവിവരണ ഗ്രന്ഥമാണ് ദ ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ. ഈ ഗ്രന്ഥത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ സാമൂഹിക ജീവിതം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വ്യാപാരം, ആചാരങ്ങൾ, സമ്പദ് വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് വിശദമായി വിവരിക്കുന്നു. മധ്യകാല ഇന്ത്യയുടെ ചരിത്രവും സമുദ്ര വ്യാപാരവും പഠിക്കാൻ ഈ ഗ്രന്ഥം വളരെയധികം പ്രാധാന്യമുള്ള ഒരു ചരിത്ര സ്രോതസ്സാണ്.
ഇനി മലയാള യാത്ര സാഹിത്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മലയാള സഞ്ചാര സാഹിത്യങ്ങളെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാനാണ്. മലയാള സഞ്ചാര സാഹിത്യത്തിന്, യാത്രാ സാഹിത്യത്തിന് സമ്പന്നമായൊരു പാരമ്പര്യമുണ്ട്. അതിലേറ്റവും പ്രസിദ്ധരായ രണ്ടാളുകളാണ്, ഒന്ന് എസ്.കെ. പൊറ്റക്കാട്, മറ്റൊന്ന് കെ.പി. കേശവമേനോൻ തുടങ്ങിയ എഴുത്തുകാർ വിവിധ രാജ്യങ്ങളുടെ ചരിത്രം, സംസ്കാരം, ജനജീവിതം എന്നിവയെ മലയാള വായനക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. മലയാള യാത്രാ സാഹിത്യ ലോകത്തെ മനസ്സിലാക്കാനുള്ള വിശാലമായ കാഴ്ചപ്പാട് ഈ ഗ്രന്ഥങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, നമുക്ക് നൽകുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ശാന്തി നികേതൻ, അതിൻ്റെ എഡ്യൂക്കേഷണൽ ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച ശാന്തി നികേതനിലെ വിദ്യാഭ്യാസം പ്രകൃതിയോടിണങ്ങിയ പഠനം, സ്വതന്ത്ര ചിന്ത, സർഗാത്മകത, മാനവികത എന്നിവയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നു. പുസ്തക പഠനത്തോടൊപ്പം തന്നെ കല, സംഗീതം, സാഹിത്യം, സാമൂഹിക ബോധം എന്നിവയുടെ വളർച്ചയ്ക്ക് ഇവിടെ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്, അല്ലെങ്കിൽ പ്രാധാന്യം നൽകുന്ന ഒരു പഠന സംവിധാനം, രീതിയാണ് ഇവിടെ ഉള്ളത്, ശാന്തി നികേതനിൽ ഉള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, എടക്കൽ കേവ്സിനെ കുറിച്ച് ചെറിയൊരു നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. എടക്കൽ കേവ്സ് എന്ന് പറഞ്ഞാൽ വയനാട് ജില്ലയിലെ പ്രധാന പുരാവസ്തു കേന്ദ്രമാണ്. ഇവിടെ കാണപ്പെടുന്ന ശിലാലിഖിതങ്ങളും രേഖാചിത്രങ്ങളും. അപ്പോൾ എടക്കൽ കേവ്സിൽ ഉള്ളത് ശിലാലിഖിതങ്ങളും അതുപോലെ തന്നെ രേഖാചിത്രങ്ങളും കേരളത്തിലെ പ്രാചീന മനുഷ്യരുടെ ജീവിതത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള വിലപ്പെട്ട തെളിവുകളാണ് അത് നമുക്ക് നൽകുന്നത്. അപ്പോൾ എടക്കൽ കേവ്സ് എന്നുള്ളത് വയനാട് ജില്ലയിലെ പ്രസിദ്ധമായൊരു പുരാവസ്തു കേന്ദ്രമാണ്. ഇവിടെ കാണപ്പെടുന്ന ശിലാചിത്രങ്ങളും രേഖാചിത്രങ്ങളും കേരളത്തിലെ പ്രാചീന മനുഷ്യരുടെ ജീവിതത്തെയും സംസ്കാരത്തെയും കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നമുക്ക് നൽകുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ, പഴശ്ശിനിക്കടവ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു സാംസ്കാരിക പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. പഴശ്ശിനിക്കടവ് മുത്തപ്പൻ ടെമ്പിൾ കേരളത്തിലെ പ്രധാന ആരാധന കേന്ദ്രങ്ങളിലൊന്നാണ്. ജാതി മത വ്യത്യാസമില്ലാതെ ഭക്തർ എത്തിച്ചേരുന്ന ഈ ക്ഷേത്രം കേരളത്തിൻ്റെ ജനകീയ ആരാധനാ പാരമ്പര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ശബരിമലയുടെ സാംസ്കാരികമായ പ്രാധാന്യത്തെക്കുറിച്ച് എഴുതാനാണ്. ശബരിമല ശ്രീ അയ്യപ്പ ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. സമത്വം, ആത്മനിയന്ത്രണം, സഹോദരഭാവം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന തീർത്ഥാടന പാരമ്പര്യമാണ് ശബരിമലയുടേത്. കേരളത്തിൻ്റെ മത സാംസ്കാരിക പൈതൃകത്തിൽ ഇതിന് അതീവ പ്രാധാന്യമുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ, വർത്തമാന പുസ്തകം, അതിനെക്കുറിച്ച് എഴുതാനാണ്. വർത്തമാന പുസ്തകം എന്നുള്ളത് മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണ ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ഏറ്റവും പ്രഥമ യാത്രാ വിവരണ ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന ഒരു ടെക്സ്റ്റാണ് ഇത് വർത്തമാന പുസ്തകം എന്നുള്ളത്. ഇത് പാറമേക്കാൽ തോമ കത്തനാർ രചിച്ചതാണ്. കേരളത്തിൽ നിന്ന് റോമിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയും അന്നത്തെ സാമൂഹിക, രാഷ്ട്രീയ, മതപരമായ സാഹചര്യങ്ങളെയും ഇതിൽ വിശദമായി വിവരിക്കപ്പെടുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ, നമ്മൾ നേരത്തെ ഇബ്നു ബത്തൂത്തയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞു കിതാബ് റിഹ്ല. കിതാബ് റിഹ്ല എന്നുള്ളത് മൊറോക്കൻ യാത്രികനായ ഇബ്നു ബത്തൂത്തയുടെ യാത്രാ വിവരണ ഗ്രന്ഥമാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലെ സാമൂഹിക ജീവിത, ഭരണ സംവിധാനം, വ്യാപാരം, സംസ്കാരം എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. മറ്റൊന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കോ പോളോയുടെ ഇത് വീണ്ടും വരുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആവർത്തിച്ച് ഓരോ വർഷങ്ങളിൽ നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെയാണ് മാർക്കോ പോളോ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. മാർക്കോ പോളോ ഏഷ്യയിലെ നിരവധി രാജ്യങ്ങൾ സന്ദർശിക്കുകയും തൻ്റെ അനുഭവങ്ങൾ ദ ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യയുടെ സമുദ്ര വ്യാപാരം, സാമൂഹിക ജീവിതം, ആചാരങ്ങൾ, സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ ചരിത്രപരമായി വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അടുത്തൊന്ന് ദ 6 വോയേഴ്സ് എന്താണത് എന്നുള്ളതാണ്. ഫ്രഞ്ച് യാത്രികനായ ജീൻ ബാപ്റ്റിസ്റ്റ് തവേണിയർ അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണ ഗ്രന്ഥമാണിത്. ഇന്ത്യയിലേക്കും പേർഷ്യയിലേക്കും നടത്തിയ 6 യാത്രകളിലെ അനുഭവങ്ങളും ഗോൽക്കൊണ്ടയിലെ വജ്ര വ്യാപാരത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ 6 വോയേഴ്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടെക്സ്റ്റാണ്. അത് എഴുതുന്നത് ജീൻ ബാപ്റ്റിസ്റ്റ് ടവേണിയർ എന്നുള്ള ഒരു ഫ്രഞ്ച് യാത്രികനാണ്. അദ്ദേഹം ഇന്ത്യയിലേക്കും പേർഷ്യയിലേക്കും നടത്തിയ 6 യാത്രകളിലെ അനുഭവങ്ങളും ഗോൽക്കൊണ്ടയിലെ വ്യാപാരത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ടാണ് 6 വയോഗ്സ് എന്ന് ഇതിന് പേര് വരാനുള്ള കാരണം. എഡ്വാർഡ് ടെറിയെ കുറിച്ച് എഴുതാനാണ്. എഡ്വാർഡ് ടെറി എന്നുള്ളത് ഇംഗ്ലീഷ് പുരോഹിതനും യാത്രികനുമായിരുന്നു. സർ തോമസ് റോയോടൊപ്പം
മുഗൾ ഇന്ത്യ സന്ദർശിച്ച അദ്ദേഹം ഇന്ത്യൻ സമൂഹം, മതമാചാരങ്ങൾ എന്നിവയെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്തി. മറ്റൊന്ന് അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. അലക്സാണ്ടർ കണ്ണിങ്ഹാം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പുരാവസ്തു ഗവേഷണത്തിന്റെ പിതാവായി അറിയപ്പെടുന്നു അല്ലേ. ഇന്ത്യൻ ആർക്കിയോളജിയുടെ പിതാവായി അറിയപ്പെടുന്ന ആളാണ് അലക്സാണ്ടർ കണ്ണിങ്ഹാം. അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ആയിരുന്നു. ഇന്ത്യയിലെ നിരവധി പുരാതന സ്മാരകങ്ങൾ കണ്ടെത്തുന്നതിലും അവകളൊക്കെ സംരക്ഷിക്കുന്നതിലും അദ്ദേഹത്തിന് പ്രധാന പങ്കുണ്ട്. മറ്റൊന്ന് സേവാഗ്രാമാശ്രമം. നമ്മൾ നേരത്തെ പറഞ്ഞു 1936 ഗാന്ധി മഹാരാഷ്ട്രയിലെ വാർധയിൽ സ്ഥാപിച്ച ആശ്രമമാണ്. ഗ്രാമസ്വരാജ്, ലളിത ജീവിതം, സ്വയം പര്യാപ്തത, സാമൂഹിക പരിഷ്കരണം തുടങ്ങിയ ഗാന്ധിയൻ ആശയങ്ങളുടെ കേന്ദ്രമായി ഇത് പ്രവർത്തിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇൻഡോ സാരസെനിക് ആർട്ടിനെ കുറിച്ച്, കലാശൈലിയെക്കുറിച്ച് ആണ് ഉള്ള ഒരു ചോദ്യം. അപ്പോൾ അത് പ്രധാനമായിട്ടും ഇന്ത്യൻ, ഇസ്ലാമിക, യൂറോപ്യൻ, ഇന്ത്യയുടെ പാരമ്പര്യ കലകളും ഇസ്ലാമിക കലകളും യൂറോപ്യൻ കലകളും എല്ലാത്തിൻ്റെയും ഒരു സമന്വയ രൂപമാണെന്ത് സാർസനിക് കലാശൈലി അല്ലെങ്കിൽ സാർസനിക് ആർട്ട് എന്നുള്ളത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് വികസിച്ച ഈ ശൈലി കൊട്ടാരങ്ങൾ, മ്യൂസിയങ്ങൾ, ഭരണ നിർമ്മാണങ്ങൾ എന്നിവയിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. മറ്റൊരു ക്വസ്റ്റ്യൻ ഫാവ്സെറ്റിനെ കുറിച്ച് വിവരിക്കാനാണ്. ദക്ഷിണേന്ത്യയിലെ പുരാവസ്തു നരവംശ ശാസ്ത്ര പഠനങ്ങളിൽ ശ്രദ്ധേയനായ സംഭാവന നൽകിയ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. കേരളത്തിലെ മഗാലിത്തിക് സംസ്കാരത്തെയും എടക്കൽ ഗുഹകളെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ കൈലാസ ക്ഷേത്രത്തെക്കുറിച്ചുള്ളൊരു ചോദ്യമാണ്. കൈലാസ ക്ഷേത്രം അതുപോലെ തന്നെ എല്ലോറ രാഷ്ട്രകൂട ഭരണാധികാരികളുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട മഹത്തായ ശിലാക്ഷേത്രമാണ്. ഒറ്റപ്പാറയിൽ കൊത്തിയെടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയങ്ങളിലൊന്നായി ഇത് ഇന്ത്യൻ ശില്പ വാസ്തുകലയുടെ അപൂർവ മാതൃകയാണ്.